കരുനാഗപ്പള്ളി നഗരസഭയിൽ കർഷക ദിനാചരണം നടത്തി. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി നഗരസഭ കൃഷിഭവൻ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കരുനാഗപ്പള്ളി നഗരസഭ കൃഷിഭവൻ എന്നിവ സംയുക്തമായി കർഷക ദിനം ആചരിച്ചു. നഗരസഭയിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കരുനാഗപ്പള്ളി നഗരസഭ കാലങ്ങളായി പ്രത്യേകിച്ച് 4 വർഷക്കാലം 5 വർഷക്കാലം കാർഷിക പ്രവർത്തിക്ക് വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നു. അത് എത്രമാത്രം ഫലപ്രദമാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കേരള ഗ്രാമമായിട്ട് കരുനാഗപ്പള്ളി നഗരസഭ പ്രഖ്യാപിച്ചു. അതിന്റെ ഫണ്ടൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം അതിന്റെ പ്രവർത്തനം നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ കഴിയും. ഈ വർഷവും ഞങ്ങൾ 4 പ്രോജക്റ്റുകൾ 4 പദ്ധതികൾ കർഷകർക്ക് വേണ്ടി കാർഷിക പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടി 4 നല്ല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഇംപ്ലിമെന്റ് ചെയ്തു, ഒരെണ്ണം അടുത്ത ആഴ്ച ഇംപ്ലിമെന്റ് ചെയ്യും. ഉടൻ തന്നെ മറ്റ് 2 പ്രോജക്റ്റുകളും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു കാലത്ത് കരുനാഗപ്പള്ളി സമ്പൽ സമൃദ്ധമായിരുന്ന നെൽപ്പാടങ്ങൾ, ആ വയലുകൾ 3 തലത്തോടുകളുടെ 2 സൈഡിലും എത്രയോ മീറ്റർ വീതിയിൽ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്ത് നമ്മുടെയൊക്കെ കൊച്ചുനാൾ ഇരിക്കുന്ന ഭൂരിഭാഗം പേരുടെയും ചെറുപ്പകാലത്ത് കൃഷി ചെയ്ത് നല്ല അന്തസ്സായിട്ട് തന്നെ കഴിഞ്ഞുകൂടിയ ഒരു ഗ്രാമമായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം അധ്യക്ഷത വഹിച്ചു. മഹേഷ് ജയരാജ് സ്വാഗതം പറഞ്ഞു. എസ് ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷാനിദ ബീവി പദ്ധതി വിശദീകരിച്ചു. എസ് ഇന്ദുലേഖ, ഡോക്ടർ പി മീന, എം ശോഭന, റജി ഫോട്ടോ പാർക്ക്, എം അൻസാർ, കോട്ടയിൽ രാജു, നിസാംബായി, സതീഷ് തേവനത്ത്, സീമ സഹജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.